ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റിസൾട്ട് മാറിയത് കാരണം ഡോക്ടർ ദേവിയുടെ മുഖത്തോക്കി ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കണ്ണങ്ങ് നിറയുന്നുണ്ട് നമ്മുടെ ദേവിയുടെ. അപ്പോൾ ഉടനെ ഡോക്ടർ പറയുന്നത്, എന്തിനാണ് നിങ്ങളിങ്ങനെ ഡിസ്പാവുന്നത്, കുറച്ചുകൂടെ സമയമാവട്ടെ, അല്ലെങ്കിൽ തന്നെ മൂത്ത കുട്ടിക്ക് വലിയ വയസ്സൊന്നും ആയില്ലല്ലോ, പിന്നെന്താ കുറച്ച് സമയം എടുത്തിട്ട് പോരെ രണ്ടാമത്തെ കുട്ടി. അപ്പോൾ ഉടനെ ദേവി അന്തം വിട്ട് നോക്കുക കേട്ടോ, മൂത്ത കുട്ടിയോ? അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടർ, മൂത്ത കുട്ടിയോ? ഞങ്ങൾക്ക് കുട്ടികളില്ലല്ലോ, ഇത് ആദ്യത്തെ കുട്ടിയാണ്. ആദ്യത്തെ കുട്ടിയോ? അപ്പോൾ ദേവിക എന്നല്ലേ പേര്? അല്ല, ഞാൻ ദേവിയാണ്, എൻ്റെ പേര് ശ്രീദേവി എന്നാണ്. ഓ അതാണോ? അങ്ങനെ റിസൾട്ട് മറിച്ചും തിരിച്ചു ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും അടിയിലായിപ്പോയി ദേവിയുടെ. അങ്ങനെ ആ റിസൾട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട്, അയ്യോ സോറി കേട്ടോ, ഫയൽ മാറിപ്പോയതാണ്. സിസ്റ്റർ, നിങ്ങൾ എന്തായി കാണിച്ചത്? ദേവിയുടെ ഫയൽ എന്താ? അല്ല, ഞാൻ ഏറ്റവും മുകളിലാണല്ലോ അതെടുത്ത് വെച്ചിരുന്നത്. ആ, അപ്പോൾ ഇതാണോ നിങ്ങൾ ഏറ്റവും മുകളിലെടുത്ത് വെച്ചത്? ഇത് ഏറ്റവും അടിയിലല്ലേ? അയ്യോ എനിക്കറിയില്ല മാഡം, ഇതെങ്ങനെയോ അടിയിൽ വന്നതെന്ന്, ഞാൻ മുകളിലാണ് വെച്ചിരുന്നത്. അപ്പോൾ തന്നെ ആനന്ദിന് കാര്യം പിടികിട്ടി. ആനന്ദ് മിണ്ടാതെ കുനിഞ്ഞിരിക്കുക കേട്ടോ. ആനന്ദാണല്ലോ അതിപ്പോൾ ചെയ്തു വെച്ചത്. അങ്ങനെ റിസൾട്ട് എല്ലാം വായിച്ച് നോക്കി ഡോക്ടർക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ മുഖത്തോക്കിട്ട്, എടോ വിഷമിക്കാനൊന്നുമില്ല കേട്ടോ, കൺഗ്രാജുലേഷൻസ്. എന്താ? അല്ല, കുട്ടി ഗർഭിണിയാണ്. എന്താ ഡോക്ടർ പറഞ്ഞത്? ആഹാ, അതെന്താ താൻ ഗർഭിണിയാണെന്ന്? തൻ്റെ കുഞ്ഞിനെ 1.5 മാസത്തെ വളർച്ചയുണ്ട്. ആണോ? അതും കൂടെ കേൾക്കുമ്പോൾ ദേവിക്ക് അങ്ങ് വല്ലാത്ത സന്തോഷമാവും കേട്ടോ. അപ്പോൾ ദേവി അടുത്തത് കേൾക്കാൻ നിൽക്കാതെ തന്നെ തല കറങ്ങി പോവാണ്. ആ ഒരു ടെൻഷൻ കാരണമേ ഇത്രയും നേരം അങ്ങനെയായിരുന്നല്ലോ ദേവി അവിടെ നിന്നത്. തല കറങ്ങി ആനന്ദിൻ്റെ പുറത്തേക്ക് അങ്ങ് വീണുപോയി. അപ്പോൾ ഡോക്ടറാണെങ്കിൽ ആകെ ടെൻഷനുമായി. ആനന്ദ് അതിലും ടെൻഷൻ, എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഡോക്ടറും ചോദിക്കുന്നു, അയ്യോ എന്താ പറ്റി? പെട്ടെന്ന് തന്നെ ദേവീനെ ആ ബെഡിലേക്ക് എടുത്ത് കിടത്താട്ടോ. അങ്ങനെ ദേവീനെ കൊണ്ട് കിടത്തി പരിശോധിക്കുന്നുണ്ട് ഡോക്ടർ. ആ സമയം ആനന്ദ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ദേവിക്ക് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴും പലതവണ ഡോക്ടർ ദേവി എന്ന് വിളിക്കുകയാണ്. അങ്ങനെ ദേവി ആ ഒരു മയക്കത്തിൽ നിന്ന് ഉണർന്ന് വരുന്നുണ്ട്. പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്താണ് കേട്ടോ. അപ്പോൾ ആനന്ദിന് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് വീണ്ടും ദേവി ചോദിക്കുന്നു, ഡോക്ടറെ, ഞാൻ സ്വപ്നം എന്തായാലും കാണുന്നതാണോ? ഞാൻ ഗർഭിണിയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് അല്ലേ? എടോ, താൻ ഗർഭിണിയാണ്, തൻ്റെ കുഞ്ഞിന് 1.5 മാസത്തെ വളർച്ചയുണ്ട് എന്ന് പറയുമ്പോൾ ആനന്ദിന് അങ്ങ് സന്തോഷമാവുന്നുണ്ട്. അതുപോലെ ദേവി കരയാണ് കേട്ടോ. കരയേണ്ട ആവശ്യമൊന്നുമില്ല, ഈ മാസം അവസാനം നമുക്ക് സ്കാൻ ചെയ്യണം, പിന്നെ നല്ലപോലെ ശ്രദ്ധ വേണം കേട്ടോ. പരമാവധി ഓട്ടോയിലും ബൈക്കിലും ഒന്നും യാത്ര ചെയ്യാനൊന്നും നിൽക്കല്ലേ. അയണും കാൽസ്യവും ഫോളിക് ആസിഡും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് കഴിക്കണം. 1.5 മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ കൊണ്ടുവരണം കേട്ടോ എന്നിങ്ങനെ ആനന്ദിനോട് പറയാണ്ട് ദേവിയോട് വരണം എന്ന് ഉറപ്പും പറയണം. അതോടെ ദേവിക്ക് ചെറിയ ആശ്വാസമല്ലല്ലോ, വലിയൊരു ആശ്വാസമായി. ആനന്ദാണെങ്കിൽ നേരെ ദേവിയുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ദേവി ആനന്ദമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ധർമ്മനെയും സുകന്യനെയും കാണിക്കുകയാണ്. ധർമ്മൻ ഇനി സുകന്യ അന്വേഷിക്കാൻ ഒരു സ്ഥലമില്ല. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് തിരിച്ച് ആ ഒരു നിന്ന സമയത്തോ അവിടുന്ന് കുറച്ച് ദൂരം മാറി അങ്ങോട്ട് പോയി നിൽക്കുകയാണ് കേട്ടോ സുകന്യ. എന്തൊക്കെയോ കുറച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് നമ്മളെ ധർമ്മൻ അങ്ങോട്ട് ചെല്ലാണ്. സുകന്യെ, നീ ഇവിടെ ഇരിക്കുമായിരുന്നു, ഞാൻ എവിടെയൊക്കെയാണ് നോക്കിയത്? ആഹാ, ധർമ്മേട്ടനോട് ആരാ പറഞ്ഞത് എവിടെയെങ്കിലുമൊക്കെ നോക്കാൻ? നിനക്കെന്നോട് പറഞ്ഞിട്ട് പോകൂടായിരുന്നോ? പറഞ്ഞിട്ട് പോവാനേ എനിക്ക് തോന്നിയില്ലേ? അപ്പം ഞാനും എനിക്ക് തോന്നും പോലെ എവിടെയെങ്കിലുമൊക്കെ പൊക്കോ, അതിനെന്താ? പക്ഷേ ഞാൻ തിരിഞ്ഞ് ഇതേപോലെ പിന്നാലെയൊന്നും വരില്ല. എന്താ സുകന്യെ, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? എൻ്റെ ഒപ്പം വന്നാലേ എന്നോട് സംസാരിക്കണം, അല്ലാതെ കാണുന്നവരോടല്ല സംസാരിക്കേണ്ടത്. ഞാൻ ആരോട് സംസാരിച്ചു? ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ. ഒന്ന് ഓർത്തു നോക്ക്, അപ്പം മനസ്സിലാവും. അങ്ങനെ ധർമ്മൻ ആലോചിച്ചെടുക്കുമ്പോഴാണ് ഒരു ആൾ വന്നെന്ന് സംസാരിച്ചല്ലോ ധർമ്മൻ്റെ അടുത്ത്. ഇതായിരുന്നോ ഞാൻ ഇത്രയും വലിയ തെറ്റ്? നീ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതേ അയാളാണ്. ഇവിടെയും നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു. ഞാൻ എല്ലായിടും അന്വേഷിച്ചു, അയാളാ പറഞ്ഞത് ഇവിടെ കാണുമെന്ന്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യേ, ഭാര്യയെ കാണൂലെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക? പിന്നല്ലാതെ വെറുതെ എന്നെ പൂച്ചിക്കരുത് കേട്ടോ. ഒരാൾക്ക് സങ്കടം വന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പൂച്ചിക്കാൻ പാടില്ല. സോറി. അങ്ങനെ സോറി പറയാൻ കേട്ടോ ധർമ്മേട്ടാ, ഒന്ന് ക്ഷമിക്ക്. ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇല്ല, ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ അയാളോട് സംസാരിച്ചതിന് നീ എന്തിനാ ദേഷ്യപ്പെട്ടത്? നിനക്ക് അയാളെ നേരത്തെ പരിചയമുണ്ടോ? അപ്പോൾ തന്നെ സുകന്യൊന്നും ഞെട്ടുവാണോ കേട്ടോ. അപ്പോൾ ധർമ്മം ചോദിക്കണോ, നീ എന്തിനാ ഞെട്ടിയത്? അയാളെ പരിചയമാണോ ചോദിച്ചപ്പോൾ നീ ഞെട്ടിയല്ലോ. ഞാനെന്തിനാ ഞെട്ടിയത്? ഇല്ല, നീ ഞെട്ടി, ഞാൻ കണ്ടതാ. ധർമ്മേട്ടന് ചെറിയ സംശയമൊക്കെ ഉണ്ടല്ലേ? അതെ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ഹണിമൂണിന് വന്നതേ വെറുതെ തല്ലി പിടിക്കാനല്ല കേട്ടോ.
ഓ സുകന്യയ്ക്ക് അതൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. എൻ്റെ പൊന്ന് ധർമ്മേട്ടാ, നമ്മൾ വെറുതെ മസിൽ പിടിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ കൈ പിടിക്കാണ്ട് നമ്മളെ ഇതാ ഈ മനസ്സിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് എല്ലാം മാറ്റുകളാ, എന്നിട്ട് ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രം മതി. കണ്ടോ, ശരിക്കും ഹണിമൂൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴാണ് എന്നും പറഞ്ഞു ധർമ്മൻ്റെ കൈ പിടിച്ചങ്ങ് നടക്കാട്ടോ. എന്തോ കള്ളത്തിൽ നമ്മുടെ സുകന്യക്കുണ്ട്, അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ധർമ്മൻ എന്തോ സംശയം ഉണ്ടെന്ന് തോന്നിയപ്പോൾ സോപ്പിടാൻ വേണ്ടി അങ്ങനെ സുകന്യ പോവാണ്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ദേവി കാണിക്കുക കേട്ടോ. അങ്ങനെ ദേവി ആനന്ദും കൂടെ അതിനകത്തൊന്ന് പുറത്തിറങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ ആനന്ദ് ദേവിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, ദേവി ഇപ്പം നിനക്ക് ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു ടെൻഷനും ഇല്ല, ഇപ്പം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ആനന്ദേട്ടാ. അങ്ങനെയാണെങ്കിലും ഞാനും പറയട്ടെ, പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഷോക്കായി പോയി കേട്ടോ. പെട്ടെന്ന് അച്ഛനാവാൻ പോകണമെന്ന്, താൻ ഗർഭിണിയാണ്, ഞാൻ അച്ഛനാവാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു ഷോക്കുണ്ടല്ലോ, അതിൻ്റെ കൂടെ താനാണെങ്കിൽ തല ഇറങ്ങി വീഴുകയും ചെയ്തു. അപ്പോൾ ഇരട്ടി ഷോക്കായി എന്നിങ്ങനെ ആനന്ദ് ഭയങ്കര ഇതായിട്ട് ദേവിയോട് പറയണ്ട. അല്ല പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നീ എന്തിനാണ് അവിടെ ബോധം കെട്ട് വീണത്? അല്ല ആനന്ദേട്ടാ, അത് ഡോക്ടർ പറഞ്ഞത് ആനന്ദേട്ടൻ ശ്രദ്ധിച്ചില്ലേ? പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. പെട്ടെന്ന് ദേവി അതൊക്കെ മറച്ചു വെച്ചിട്ട് അങ്ങനെയും സംഭവിക്കാമല്ലോ, കാരണം അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ. എന്താ ദേവി നിനക്ക് ഇത്ര ടെൻഷൻ? ഒന്നുമില്ല, ഗർഭിണിയല്ലാന്ന് കള്ളം പറഞ്ഞ കാര്യം ഇനി പറയാൻ പറ്റില്ലല്ലോ. റിസൾട്ട് വന്നതോടെ എൻ്റെ ആനന്ദേട്ടാ എൻ്റെ ടെൻഷനെല്ലാം പോയി, ഞാനിപ്പോൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കാട്ടോ അച്ഛനും അമ്മയും കുറിച്ച്. കാരണം ദേവിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ മരിച്ചു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വിഷം കഴിച്ച് മരിക്കുമെന്ന് ദേവിയോട് അത് പറഞ്ഞായിരുന്നല്ലോ ഇവർ. അപ്പോൾ ആലോചിക്കുകയാണ്, ഈശ്വര വിഷം എങ്ങാനും കുടിച്ച് അവർ മരിച്ചാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അച്ഛനും അമ്മയും ഈ വിവരം ഒന്ന് അറിയിക്കണമല്ലോ. അങ്ങനെ ദേവി പെട്ടെന്ന് ഫോൺ എടുക്കണം, ശ്രീകലയെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന്. ആ സമയത്ത് ആനന്ദ് പറയുന്നുണ്ട്, ദേവി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അയ്യോ ആനന്ദേട്ടാ, ഒരു സെക്കൻഡ് എനിക്ക് തരാമോ? എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കണം. വീട്ടിലേക്കൊക്കെ വിളിക്കാം, സമയമുണ്ടല്ലോ. അതിന് മുമ്പ് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട് ദേവി. അല്ല ആനന്ദേട്ടാ, ഞാൻ ആദ്യം ഒന്ന് അമ്മയൊന്ന് വിളിച്ചോട്ടെ, അതിന് ശേഷം സംസാരിക്കാം. ദേവി ആദ്യം എനിക്ക് പറയാനുള്ള താൻ കേൾക്ക്, അത് കഴിഞ്ഞിട്ട് മതി വീട്ടിലേക്ക് വിളി. അയ്യോ അത് പറ്റില്ല ആനന്ദേട്ടാ, എനിക്കിപ്പോൾ തന്നെ വിളിക്കണം. അതെന്താ അവിടെ ഇറങ്ങി ചാവാൻ കിടക്കുവാണോടി? അതെ എന്ന് പറയും പെട്ടെന്ന്. അല്ല അതെ, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ആകാംക്ഷയോട് കാത്തിരിക്കായിരിക്കില്ലേ? ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അവർക്കൊരു സമാധാനം പോലും ആനന്ദേട്ടാ, ഒന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ദേവി അവിടെ നിന്ന് ഫോൺ എടുക്കുകയാണ്. ദേവി കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ നിന്നോട്? അവർക്കൊരു സമാധാനത്തിന് വേണ്ടി ഇപ്പം തന്നെ വിളിക്കുന്നതല്ല എൻ്റെ ശരി, വിളിക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല. പക്ഷെ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം, അത് കഴിഞ്ഞ ശേഷം നീ വീട്ടിലേക്ക് വിളിച്ചാൽ മതി. ഈശ്വര അവരിപ്പോൾ വിഷം കുടിച്ച് കാണുമോ? അവരെങ്ങനെയാണ് ഒന്ന് രക്ഷിക്കാം? ദേവി നിന്നോടല്ലേ പറഞ്ഞത് ഗർഭിണിയാണ്, താൻ ആനായിട്ട് പറഞ്ഞിട്ടും ഞാനത് വിശ്വസിച്ചില്ല. പിന്നെ ദേവി അത് ശ്രദ്ധിക്കണേ ഇല്ല കേട്ടോ. ദേവി എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ആനന്ദേട്ടാ നമുക്കൊരു ആംബുലൻസ് വിളിച്ച് വീട്ടിലോട്ട് പോയാലോ? ആംബുലൻസോ? കാറ് പോരെ? എന്താ നീ പറയുന്നത്? അല്ല ആംബുലൻസ് ആകുമ്പോൾ ഈ സൈറനൊക്കെ ഇട്ട് വീട്ടിലേക്ക് ചെല്ലാമല്ലോ, അതുകൊണ്ടാ. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ആംബുലൻസ് വേണമെങ്കിൽ വിളിക്കാം, പക്ഷേ സൈറനൊക്കെ ഇട്ട് ദേവമംഗലത്തിൽ ചെല്ലാൻ വഴി അവിടെ അച്ഛനും അമ്മയൊക്കെ പേടിക്കത്തില്ലേ? ആനന്ദേട്ടൻ ദേവമംഗലത്തിൽ പോകുന്ന കാര്യമാണോ ഈ പറയുന്നത്? അല്ലാതെ പിന്നെ തൻ്റെ വീട്ടിലേക്ക് ആംബുലൻസിൽ പോകേണ്ട കാര്യം എന്താ? അല്ല ദൈവമേ, ആംബുലൻസ് ഇപ്പോൾ എൻ്റെ വീട്ടിലാണേ ആവശ്യം എന്നിങ്ങനെ മനസ്സിലാലോചിക്കട്ടെ. ശരീരമൊന്നും അനങ്ങാതെ വളരെ ശ്രദ്ധിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ എൻ്റെ ആംബുലൻസിൻ്റെ ആവശ്യം എന്താ? വേണ്ട ആംബുലൻസ് വേണ്ട. ദേവി സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞു ആനന്ദ് അങ്ങോട്ട് തുടങ്ങാൻ പോകട്ടോ. ആനന്ദേട്ടാ ഈ ആലോചിക്കുന്ന സമയം മതി, എനിക്കൊന്ന് വീട്ടിലോട്ട് വിളിച്ചോട്ടെ, ആദ്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ, എന്നിട്ട് വിളിച്ചാൽ മതി എന്ന് ആനന്ദ് ദേഷ്യപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ തന്നെയും കൂട്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആകെ ടെൻഷനിലായിരുന്നു, ഞാനിത് പ്രതീക്ഷിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ വിചാരിച്ചത് താൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കള്ളം പറഞ്ഞതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദേവിക്ക് പെട്ടെന്ന് ടെൻഷനാവും കേട്ടോ. ഇവിടെ ശ്രീകലയാണെങ്കിലും ഉദയഭാനുവാണെങ്കിലും വിഷം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പോകും. അപ്പോൾ ആദ്യം ഉദയഭാനു തന്നെ കഴിക്കാനായിട്ട് വായിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ദേവിക്ക് അവസരം കിട്ടാനായിട്ട് വിളിക്കാൻ ആനന്ദിന് പെട്ടെന്നൊരു കോള് വരുമ്പോൾ ആനന്ദ് അങ്ങോട്ട് തിരിയുക. ആ സമയം കൊണ്ട് പെട്ടെന്ന് ദേവി വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പം ഈ ഫോണാണെങ്കിൽ നമ്മുടെ ഉദയഭാനു പറഞ്ഞിട്ട് നീ എടുക്കണ്ട. അപ്പം അമ്മ ഉദയഭാനു വിഷം കഴിക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ശ്രീകല പറയുന്നുണ്ട്, ദേവിമോള് വിളിക്കുകയാണല്ലോ, നീ ഫോൺ എടുക്കണ്ട, അവൾ വീണ്ടും നമ്മളെ ശപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അവളെ ദ്രോഹിച്ച ഒരു അച്ഛനമ്മയല്ലേ നമ്മൾ, ഇനി അവളെ വിഷമിയിൽ വല്ല റെയിൽവേ ട്രാക്കിലോ ആത്മഹത്യ വെക്കിലോ നിന്ന് കഴിക്കും അവൾ നമ്മളെ വിളിക്കുന്നത്, അതിനു മുമ്പേ നമുക്ക് പോകുന്നതാണ് നല്ലതെന്നും പറഞ്ഞാൽ ഫോൺ എടുക്കണില്ല. ദേവി ആകെ ടെൻഷനായി. എന്നിട്ട് വീണ്ടും ആ വിഷം ആദ്യം ഉദയഭാനു കഴിക്കാൻ വേണ്ടി വീണ്ടും എടുക്കാട്ടോ. ഇവിടെ ദേവി ടെൻഷൻ കൊണ്ട് ഇരിക്കണം. അതിനിടയ്ക്ക് വീണ്ടും നമ്മുടെ ആനന്ദിന് അടുത്ത കോള് വരുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വീണ്ടും ദേവി ഒന്നുകൂടെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ ദൈവമേ എൻ്റെ ഫോൺ എടുക്കമ്മേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് എടുക്കുന്നത്. അങ്ങനെ
പെട്ടെന്ന് സ്ത്രീകളെ ചാടിക്കറിയ ഫോൺ എടുക്കാൻ പോവുകയാണ്. അപ്പം വീണ്ടും ഉദയഭാനു പറഞ്ഞിട്ട് ഫോൺ എടുക്കണ്ടെന്നില്ലടി പറഞ്ഞ് ഇല്ല ശപിക്കണമെങ്കിൽ അവൾ ശപിച്ചോട്ടെ, മരിക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാമല്ലോ ഉദയേട്ടാ എന്നും പറഞ്ഞ് ചാടിക്കറി ഫോൺ എടുക്കുമ്പോൾ പെട്ടെന്ന് നിന്നെ പറഞ്ഞ് തീർക്കണമല്ലോ ആനന്ദ് കേൾക്കാതെ. അങ്ങനെ ദേവി പെട്ടെന്ന് പറയുക അയ്യോ അമ്മ ഇനി വിഷമൊന്നും കുടിക്കില്ലേ, ഇതേ നമുക്ക് അമ്മ വിശ്വസിക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താടി അമ്മ ഇനി വിഷം കഴിക്കണ്ട, അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ, ഞാൻ ഗർഭിണിയാണമ്മേ. നീ എന്താ പറഞ്ഞ? ഞാൻ ഗർഭിണിയാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലമ്മേ, എൻ്റെ കിളിയൊക്കെ പോയിരിക്കുക, എനിക്ക് പറയാൻ പറ്റുന്നില്ലമ്മേ, ഈ എല്ലാം കൈവിട്ട് പോയിക്കുന്നിടത്ത് ദൈവം നമ്മളെ പിടിച്ച് കയറ്റിക്കുക. ഓ സമാധാനേ, എന്നെ മാത്രമല്ലമ്മേ നമ്മളെ എല്ലാവരും ദൈവം രക്ഷിച്ചു. ഞാൻ ഗർഭിണിയാണമ്മേ, പിന്നെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ 1.5 മാസം പ്രായമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ, റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ സമയം ഷോക്കായിട്ട് നിന്ന ശ്രീകല നീ എന്താടി പറയണേ, നീ ഗർഭിണിയാണെന്നോ, സത്യമാണോ നീ പറയുന്നത്? ഇത് കേട്ട് തൊട്ടപ്പുറത്ത് നിന്ന് ഉദയഭാനുവും അന്തം വിട്ട് കേട്ടോണ്ടിരിക്കാം. അയ്യോ ആ കുഞ്ഞിന് 1.5 മാസമായെന്നും കൂടെ കേൾക്കുമ്പോഴത്തേക്കും സ്ത്രീകളിലേക്ക് അതങ്ങ് വിശ്വാസമുണ്ട്. അമ്മേ ആനന്ദേട്ടൻ വരും കേട്ടോ, ഞാൻ പിന്നെ ദൈവമംഗലത്തിൽ ചെന്നിട്ട് വിളിച്ചോളാം. അങ്ങനെ അവരങ്ങോട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ വിഷമൊക്കെ കഴിക്കാൻ വേണ്ടി റെഡിയായിരുന്നവർക്ക് ആ സമയത്ത് ഉദയേട്ടാ നമ്മുടെ മോള് ഗർഭിണിയാണെന്ന്, റിസൾട്ട് വന്നു എന്ന്, അത് പോസിറ്റീവാ, പിന്നെ കുഞ്ഞിന് 1.5 മാസത്തെ വളർച്ചയുണ്ടെന്ന്. ആണോടി? അതേന്ന്. അയ്യോ ഇതുപോലൊരു സന്തോഷം നമ്മുടെ ഉദയഭാനുവിനുണ്ടോ? അയാൾ കരയണോ ചിരിക്കണോ എന്തൊക്കെയാണെന്ന് അങ്ങേർക്ക് തന്നെ അറിയാത്ത ഒരു സ്റ്റേജിലായി പോയിട്ടും പെട്ടെന്ന് തന്നെ എടി സ്ത്രീകളെ നീ പറഞ്ഞ സത്യമാണോ? അതെ ഉദയേട്ടാ, നമ്മുടെ ദൈവമോളെ ഗർഭിണിയാ, സത്യം. അയ്യോ എൻ്റെ ദൈവമേ എനിക്കറിയില്ലേ എന്നും പറഞ്ഞിട്ട് തലയിൽ കൈവച്ച് പ്രാന്തനം പോലെ അയാൾ പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ വിഷക്കുപ്പിയിൽ എടുത്തിട്ട് പറയല്ലേ സ്ത്രീകളെ ഇത് കൊള്ളാമല്ലോ, നല്ല ഐശ്വര്യമുള്ള വിഷമാണല്ലോ, എന്നിട്ട് അത് കുടിക്കാനായിട്ട് പോവാം, ഇങ്ങോട്ട് എടുക്കും മനുഷ്യ, ഇത് കഴിക്കില്ലേ, നിങ്ങൾ ഇപ്പോൾ വടിയായി പോയേനെ, പക്ഷേ ഞാൻ ഇത് കളയില്ല എന്നും പറഞ്ഞ് അതെല്ലാം കൂടി വീണ്ടും കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു വയ്ക്കുക. നിങ്ങളുടെ സ്വഭാവത്തിനെ ഇത് എപ്പോഴും ആവശ്യം വരും, അതുകൊണ്ട് ഞാനിത് സൂക്ഷിച്ച് വയ്ക്കും. എടി ഉദയഭാനന് ഇനി ഇത് ഒരിക്കലും ആവശ്യം വരില്ലടി, ഈ ഉദയഭാനന് ദൈവം ഒരിക്കലും കൈവിടില്ല. ദേവിക്ക് നമ്മളുണ്ടാക്കിയ വ്യാജഗർഭം ഇപ്പോൾ സത്യമായത് അതിൻ്റെ തെളിവാ, കണ്ടില്ലേ, ദൈവം നമ്മളെ വെറുതെ കൈവിടുവോ? ഇല്ല. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഉടായിപ്പ് കാണിച്ച് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ സപ്പോർട്ട് ഫുള്ളായിട്ട് തന്നിട്ടുണ്ട്, മനസ്സിലായോ? കൊള്ളാം. അപ്പോഴും അയാളുടെ ആ ഒരു മനസ്സ് വീണ്ടും തിരിച്ച് വരുവാട്ടോ. എൻ്റെ വഴി ഈ ഉടായിപ്പ് തന്നെയാണ്, ഇനി എനിക്ക് ഒരു കുറ്റബോധവും ഇല്ലാതെ എന്ത് ഫ്രോഡ് പണിയും ഈ ഉദയഭാനുവിന് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ഭാര്യയോട് പറയാട്ടോ. എടി ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് മൊബൈലിലൊരു പാട്ടിട്ട് 2 പേരും കൂടെ അങ്ങോട്ട് ആടി തിമിർക്കുവാട്ടോ. എന്നിട്ട് സ്ത്രീകളെ പറയാം വീട് മനുഷ്യ വീട്, അതൊന്നും പറ്റില്ല, നമുക്ക് സന്തോഷമായിട്ട് ഇരുന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവർ ഭയങ്കരമായിട്ട് ആടി തിമിർക്കാട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ദേവിയോട് ആനന്ദ് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും, റോഡിലേക്ക് ഇറങ്ങി വാ, ബൈക്ക് ഇരിക്കുന്നതിൻ്റെ അവിടെ വന്നാൽ മതി, ഞാൻ ദേ വരുന്നു എന്ന്. അങ്ങനെ ദേവി അവിടെ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ ആനന്ദ് ടാക്സിയൊക്കെ പിടിച്ചൊരു കൊണ്ട് നിർത്തിയിട്ട് ദേവിയുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ദേവി പറഞ്ഞിട്ടുണ്ട് ആനന്ദേട്ടാ വീട്ടിൽ നിന്ന് അമ്മ 2-3 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴാണ് ചെല്ലാന്നുള്ളത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആനന്ദേട്ടൻ്റെ തീരുമാനമാണ് എനിക്കറിയേണ്ടത്, അതുകൊണ്ട് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല. ആനന്ദേട്ടൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. എന്നെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ട് വിടാനാണ് ആനന്ദേട്ടന് തോന്നുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം, അതല്ല ദൈവമംഗലത്തേക്കാണ് ഞാൻ വരേണ്ടതെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം ആനന്ദേട്ടാ എന്നിങ്ങനെ ദേവി ആനന്ദിൻ്റെ മുഖത്തേക്ക് പറയട്ട. ആനന്ദാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട് തൽക്കാലം താൻ ദൈവമംഗലത്തേക്ക് പോകുന്നില്ല, പിന്നെ ബൈക്കിൽ പോകുന്നില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആംബുലൻസ് ഒന്നും വേണ്ട, നമുക്ക് കാറിൽ തന്നെ പോവാം. ആനന്ദേട്ടാ കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടുമില്ല ക്ഷമിച്ചിട്ടുമില്ല, പക്ഷേ എൻ്റെ കുഞ്ഞ് അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്, ആ കുഞ്ഞിന് വേണ്ടി ചിലതൊക്കെ മറക്കാനും പൊറുക്കാനും ഒക്കെ കഴിയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. നമുക്കിടയിൽ നടന്ന കാര്യങ്ങളൊന്നും വീട്ടിലാർക്കും അറിയില്ല, അച്ഛനും അമ്മയ്ക്കും വീട്ടിലെ മറ്റുള്ളവരടുത്തും ആരടുത്തും ഞാനും ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ താനായിട്ട് അതൊന്നും അവരോട് പറയാനൊന്നും നിൽക്കണ്ട, മനസ്സിലായല്ലോ? ശരി, എന്നാൽ കാർ അങ്ങോട്ട് കിടപ്പുണ്ട്, ബൈക്ക് ഞാൻ പിന്നെ വന്ന് എടുത്തോളാം, നമുക്ക് ആദ്യം പോവാം, നീ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ദേവി ഒന്നും മടിച്ച് നിൽക്കാൻ കേട്ടോ. വീണ്ടും ആനന്ദ് അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ഞാനേ ഇതിന് ഒരു കാര്യം മറന്നു. എന്താ? അങ്ങനെ പോക്കറ്റിൽ നിന്നൊരു സാധനം എടുത്ത് ദേവിയുടെ മുന്നിലേക്ക് നീട്ടുവാണ്, ഒരു വാളംപുളി, പച്ച വാളംപുളി. എന്നിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് ഇതിനൊക്കെ കൊതിയുണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്,
എന്നാലും ഇനിയിപ്പോൾ തനിക്ക് വല്ല കൊതിയോ വല്ലതും ഉണ്ടെങ്കിൽ ഇത് കഴിച്ചോ എന്നും പറഞ്ഞ് ഭയങ്കര ഗൗരവം കേട്ടോ. ഗൗരവമൊന്നും ആനത് വിടുന്നില്ല. അങ്ങനെ ദേവിയോട് പറയാട്ടോ. ദേവി അത് പതുക്കെ അതങ്ങ് കൈനീട്ടി വാങ്ങണുണ്ട്. അപ്പോൾ നേരെ ദേവമംഗലത്തേക്കല്ല പോകുന്നത്, നേരെ പോകുന്നത് ഉദയഭാനുവിൻ്റെ ശ്രീകലയുടെയും വീട്ടിലേക്ക് തന്നെയാണ്. കാരണം അവിടെ പോയി കുറേ ഡിമാൻഡുകളൊക്കെ വെക്കണമല്ലോ, അതിനായിരിക്കാം. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.